السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത ആയത്ത് സൂറത്തുൽ ഹശറിലെ 18ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നമ്മൾ പല ആയത്തുകളിലും പറഞ്ഞു. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അൽഅമലു ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് റജാഅ സവാബില്ലാഹ് വതർകി മആസി അല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് ഖൈഫത അദാബില്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അനുസരിക്കുക. അള്ളാഹുവിൻ്റെ വിരോധനങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കുക. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് മാത്രമാണ് ഇരുലോകത്ത് നമുക്ക് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് സ്വർഗപ്രവേശനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം അള്ളാഹു തആല ഗൗരവത്തിലുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. അള്ളാഹു പറഞ്ഞു, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്താണ് അവൻ ഒരുക്കിയിട്ടുള്ളത് എന്ന്, മുന്നൊരുക്കി വെച്ചിട്ടുള്ളത് എന്നവൻ നോക്കട്ടെ, പരിശോധിക്കട്ടെ എന്ന് അല്ലാഹു തആല പറയാം. അതായത് നമുക്കറിയുന്നത് പോലെ നമ്മുടെ കയ്യിലുള്ളത് ഇന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. നാളെ എന്താകും എന്നുള്ളത് നമുക്കൊരു അറിവുമില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളിൽ തന്നെ എത്ര ആളുകൾ ഇന്ന് നോമ്പ് തുറക്കാനുണ്ടാകും, അല്ലെങ്കിൽ അതിനു മുമ്പേ നമ്മളിൽ ആരെങ്കിലും അല്ലാഹു തആല മരണം വിധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകും. അപ്പോൾ നാളെ എന്നുള്ളത് അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്കായി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ ദിവസങ്ങൾ നമുക്ക് കർമ്മം ചെയ്യാനുള്ള സമയവും നാളെ പരലോകം വിചാരണയുടെ സമയമാണ്. ഇവിടെ വിചാരണയുമില്ല, അവിടെ കർമ്മങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും നോക്കട്ടെ സ്വന്തത്തിലേക്ക്. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അള്ളാഹുവിനെ അനുസരിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളാണോ, അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചതാണോ? അതല്ല, അള്ളാഹു ധിക്കരിച്ച കാര്യങ്ങൾ, ഹറാമുകൾ ചെയ്തു കൂട്ടിയതും അള്ളാഹുവിലുള്ള വിശ്വാസം പാലിക്കാത്തതും അതുപോലെയുള്ള കാര്യങ്ങളാണോ എന്ന് പരിശോധിക്കട്ടെ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വീണ്ടും അള്ളാഹു പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, ഒരു കാര്യം ആദ്യത്തിലും അവസാനത്തിലും 2 തവണ പറഞ്ഞ് അതിന്റെ ഇടയിൽ നാളെ പരലോകത്തിന്റെ കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ എത്ര ഗൗരവമുള്ളായിരിക്കും. ഒരു കാര്യം പറഞ്ഞ് അതേ കാര്യം തന്നെ വീണ്ടും അള്ളാഹു എടുത്തു പറയാണ്, അള്ളാഹിനെ സൂക്ഷിക്കണം പറയാണ്. എന്നിട്ട് പറയാണ്, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്ത് കാര്യവും അത് സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ നമ്മൾ ശരിക്കും ചിന്തിക്കണം. അതായത് ഇപ്പോൾ ഈ തഖ്വയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തല്, തഖ്വയെ കുറിച്ചുള്ള വസിയത്ത് എത്ര ആയത്തുകളായി? യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടുള്ള ആയത്തുകളിൽ തന്നെ എത്ര ആയത്തുകളായി? നമ്മൾ നിസ്സാരമായി കാണരുത്. അത് നമ്മൾ ഇതൊക്കെ കുറെ കേട്ടതല്ലേ, ഇതൊക്കെ കുറെ പറഞ്ഞു കേട്ടതല്ലേ, നമ്മൾ എന്ന് കേൾക്കാൻ തുടങ്ങിയതാ? ആ ഒരു മാനസികാവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിഫാഖിനെ ഭയപ്പെടണം. ഇത്തഖുല്ലാഹ് എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ഏറ്റവും ആഗ്രഹിക്കുന്ന ദേഹേച്ഛ നിറഞ്ഞ പാപത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തി പിന്മാറിയ ആളുകളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുണ്ട്, സഹാബികളുടെ കാലത്തുണ്ടായിട്ടുണ്ട്, സലഫുകളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ഇത്തഖുല്ലാഹ് എന്നുള്ള ഒറ്റ വാക്കിന്റെ മേലിൽ അവരാഗ്രഹിച്ച തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ചെറിയൊരു വസിയത്തോ, നമ്മൾ ഈ തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യർക്കും, ആദ്യക്കാരിലേക്കും അവസാനക്കാരിലേക്കും എല്ലാം അള്ളാഹുവിന്റെ പൊതുവായിട്ടുള്ള വസിയത്താണ്. വസിയത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താണ്? തഖ്വയാണ്. ഒരാൾ മറ്റൊരാളൊരു വസിയത്ത് വെച്ചാൽ ആദ്യം പറയേണ്ട കാര്യം എന്താണ്? തഖ്വയാണ്. പൊതു നിസ്സാരമായിട്ട് ഇതൊക്കെ കുറെ കേട്ടതാണല്ലോ,
അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിതത്തിലേക്കൊന്നും അതിന്റെ ഒരു പ്രതിഫലനം പോലും വരാതെ അതൊക്കെ കേട്ടിങ്ങനെ ഒഴിവാക്കുന്ന അവസ്ഥ നമുക്ക് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ നിഫാഖിനെ ഭയപ്പെടണം. 2 തവണ അത് പറഞ്ഞിട്ടാണ് നാളെ എന്താ നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കോളി. ഉറപ്പാണ് ഇന്നത്തെ ഈ ദുനിയാവ് തീരും, ഇവിടെ എങ്ങനെ ജീവിച്ചാലും തീരും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാക്കാണ് ഫഫ്അൽ മാ ശിഅത. നിനക്ക് എന്ത് ഇഷ്ടമുള്ളതൊക്കെ നിനക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല, നീ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യാം. ഫഇന്നക മജ്സിയും ബിഹി, അതിനനുസരിച്ച് നിനക്ക് പ്രതിഫലം നൽകപ്പെടും. അതായത് ഒരാൾക്ക് എന്തും ചെയ്യാം, ഇവിടെ അതിനുള്ള അവസരമുണ്ട്, അയാളുടെ ഇഷ്ടത്തിന് അയാൾക്ക് എന്തും ചെയ്യാം. പക്ഷെ എന്ത് ചെയ്താലും അതിനനുസരിച്ച് പ്രതിഫലം നാളെ നൽകപ്പെടും. നന്മ ചെയ്താൽ അതുപോലെ, പാപം ചെയ്താൽ അതുപോലെ. ഇതിന്റെ തൊട്ടടുത്ത ആയത്തുകളും ഈ ഒരു ഖിതാബിനോട്, ഈ ഒരു വിളിയോട് തുടർന്ന് തന്നെ ഉള്ളത് കൊണ്ട് അതുകൂടി പറയുകയാണ്. അള്ളാഹു തുടർന്ന് പറയാണ്, വലാ തകൂനു, നിങ്ങളാകരുത്, മുഅ്മിനീങ്ങളോട് തന്നെ തുടർന്ന് പറയാം, നിങ്ങളാകരുത് കല്ലദീന നസുല്ലാഹ, അള്ളാഹുവിനെ മറന്നുപോയ ആളുകളെ പോലെ നിങ്ങളാവരുത്. അതായത് എന്തിനാണ് സൃഷ്ടിച്ചത് എന്നും ജീവിത ലക്ഷ്യം എന്താണ് എന്നും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അള്ളാഹുവിനെ ദിക്ർ ചെയ്യണമെന്നും അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനും ഇതൊന്നും ഒക്കെ മറന്നുപോയ ആളുകളെ പോലെ നിങ്ങളാവരുത്. അങ്ങനെ ആയാൽ ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹു നിങ്ങളെ തന്നെ മറപ്പിക്കും. അതായത് നമ്മുടെ സ്വന്തത്തിന് എന്താണ് ഗുണം, എന്താണ് ദോഷം, എന്താണ് നന്മ, എന്താണ് തിന്മ, ഉപകാരമുള്ളത് ഏതാണ്, ഉപദ്രവമുള്ളത് ഏതാണ്, നേരായ മാർഗം ഏതാണ്, പിഴച്ചത് ഏതാണ്, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, സ്വന്തത്തിനുള്ള നേട്ടം എന്താണെന്ന് കൂടി മനസ്സിലാക്കാത്ത രീതിയിൽ അള്ളാഹു നമ്മുടെ സ്വന്തത്തെ മറപ്പിച്ചു കളയും. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തെമ്മാടികളായിട്ടുള്ള ആളുകൾ എന്ന് അള്ളാഹു തആല പറയാൻ. അപ്പോൾ തഖ്വയെ കൊണ്ടുള്ള വസിയത്തും പരലോകത്തെ വിചാരണയ്ക്ക് മുമ്പ് സ്വന്തത്തെ വിചാരണ ചെയ്ത് അതിനുവേണ്ടി ഒരുങ്ങാനും ഈ ആയത്തിലൂടെ അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മുംതഹിനയിലെ 1-ാമത്തെ ആയത്താണ്. ഈ ആയത്തിലുള്ള വിഷയവും മുമ്പ് പല ആയത്തുകളിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വലാഉ ബറാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. എന്നാൽ ഈ ആയത്ത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യമേ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം പറയാം. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും കൂടി മക്കം ഫതഹിന് വേണ്ടി, മക്ക കീഴടക്കാൻ വേണ്ടിയുള്ള യുദ്ധം ഉണ്ടാകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ കീഴടക്കാൻ വേണ്ടി പോകുന്ന ആ സന്ദർഭത്തിൽ, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന സന്ദർഭത്തിൽ സഹാബികളിൽപ്പെട്ട മുഹാജിറായിട്ടുള്ള ബദറിൽ പങ്കെടുത്തില്ല ബദരിയായിട്ടുള്ള ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അവിടെയുള്ള മക്കയുള്ള ഖുറൈശികൾക്ക് ഒരു കത്തയച്ചു. എന്താ കത്തിൽ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു പുറപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ള നിലക്ക് അറിയിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ കയ്യിൽ ആ കത്ത് ഏൽപ്പിച്ചുകൊണ്ട് കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന സ്ഥലത്ത് ഉണ്ട്, ആ സ്ത്രീ പോയിട്ടുണ്ട് എന്ന നിലക്ക് അലി റളിയല്ലാഹു അൻഹുവിനെയും സഹാബികളെയും പറഞ്ഞയക്കുകയും ആ സ്ത്രീയിൽ നിന്ന് ആ സ്ത്രീ മുടിക്കുത്തിൽ ഒളിപ്പിച്ചു വെച്ച ആ കത്ത് വാങ്ങുകയും ചെയ്തു. അപ്പൊ ഈ കത്ത് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നീ ചെയ്ത് ചോദിച്ചു. അപ്പൊ സ്വഹാബി വിശദീകരണം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ചതിക്കാനോ അല്ലെങ്കിൽ അവിശ്വാസി ആയതുകൊണ്ട് ഒന്നുമല്ല ചെയ്തത്, എന്റെ കുറച്ച് കുടുംബക്കാരുണ്ട് അവിടെ, എനിക്ക് ഖുറൈശികളുമായിട്ട് കുടുംബബന്ധമല്ല, അടുപ്പുണ്ട് പക്ഷെ കുടുംബബന്ധമല്ല. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ എന്റെ കുടുംബക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മുൻകരുതലിന് അവർക്ക് കുറച്ചൊരു സഹതാപം തോന്നാൻ വേണ്ടി ചെയ്തതാണ്. ബാക്കിയുള്ള മുഹാജിറുകൾക്ക് ഖുറൈശി ബന്ധമുണ്ട്, എനിക്കതില്ല, അതുകൊണ്ട് ചെയ്തതാണ്, അല്ലാതെ ഞാൻ അവിശ്വാസിയാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ആ സമയം ദേഷ്യം കൊണ്ട് ചോദിച്ചു, ഞാൻ ഈ മുനാഫിഖിന്റെ കഴുത്ത് വെട്ടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ തിരിച്ചു പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത ഒരാളാണത്, ബദറിൽ പങ്കെടുത്ത ആളുകളോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇഫ്അൽ മാ ശിഅത, നിങ്ങൾ എന്തുവാനും ചെയ്തോളി, ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയുണ്ടായി. അപ്പോ ഈ സഹാബിയുടെ ഉദ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് സഹീഹ് ബുഖാരിയിലെ ഹദീസിന്റെ അടിസ്ഥാനത്തിലും റിവായത്തിന്റെ അടിസ്ഥാനത്തിലും മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആയത്തിൽ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദു അദുവി വ അദുവക്കും, എന്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവുമായിട്ടുള്ളവരെ ഔലിയാ, ഉറ്റമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവജ്ജ, അവരോട് സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന, അവരോട് അടുപ്പം വെച്ച് പുലർത്തുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത്. അഥവാ രഹസ്യങ്ങൾ കൈമാറുന്ന ഉറ്റമിത്രങ്ങളായിട്ടുണ്ടാവുന്ന അവസ്ഥ. അള്ളാഹുവിന്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവും പറഞ്ഞ ആരാണ്? കുഫാറുകളാണ്. അള്ളാഹുവിന്റെ ശത്രുവും മുസ്ലിമീങ്ങളുടെ ശത്രുവും പറഞ്ഞ കുഫാറുകളാണ്.
അപ്പൊ അവരെ ഉറ്റമിത്രങ്ങളായി നിങ്ങൾ സ്വീകരിക്കരുത്. ഈ സഹാബിക്ക് സംഭവിച്ചതുപോലെ. വഖദ് കഫറു ബിമാ ജാഅകും മിനൽ ഹഖ്. എന്താണ് അവരുടെ പ്രശ്നം? എന്താണ് കുഫാറുകളുടെ പ്രശ്നം? എന്താണ് അടിസ്ഥാന പ്രശ്നം? നിങ്ങൾക്ക് ഹക്കായി വന്നു കിട്ടിയ ഈ തൗഹീദിലും ഈ ദീനിലും ഇസ്ലാമിലും എല്ലാം നിങ്ങളുടെ റസൂലിലും എല്ലാം അവർ നിഷേധിച്ചിട്ടുണ്ട്. അവർ കാഫിറായിട്ടുണ്ട്. ഈ ഹക്കിനെ അവർ നിഷേധിച്ചിട്ടുണ്ട്. യുഖ്രിജൂന റസൂല വ ഇയ്യാകും. അത് മാത്രമല്ല നിങ്ങളെയും നിങ്ങളുടെ റസൂലിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അവരുടെ നാട്ടിൽ നിന്ന് അവർ പുറത്താക്കിയിട്ടുണ്ട്. അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഉപദ്രവങ്ങളാക്കി അവർ പുറത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ് അൻ തുഅ്മിനു ബില്ലാഹി റബ്ബിക്കും ഇൻ കുൻതും ഖറജതുൻ ജിഹാദൻ ഫീ സബീലി വബ്തിഗാഅ മർവാതി. അള്ളാഹു പറയാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്ന തൃപ്തി നേടുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അവർ വെറുക്കുന്നു എന്ന നിലക്ക് പറയാം. അപ്പൊ നിങ്ങൾ അള്ളാഹുവിന് തൃപ്തി ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളാണ് എങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ് എങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്ത് എന്തുണ്ടാവരുത്, ഈ കുഫാറുകളുടെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളുടെ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ ഉറ്റമിത്രങ്ങളായി രഹസ്യങ്ങൾ സംസാരിക്കുന്ന ആളുകളായി നിങ്ങൾ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്നിട്ട് പറയാണ് തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ. അവരോട് ഈ രീതിയിലുള്ള സ്നേഹബന്ധം, അടുത്ത ബന്ധം, രഹസ്യബന്ധം ഒന്നും വെക്കരുത് പറയും. എന്നിട്ട് പറയാണ് വഅന അലമു ബിമാ അഖ്ഫൈതും വമാ അലൻതും. ഞാൻ ഏറ്റവും അറിയുന്നവനാണ്. നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതാവട്ടെ പരസ്യമായി വെക്കുന്നതാവട്ടെ അതെല്ലാം ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ ഞാനാണ്. വമൻ യഫ്അൽഹു മിൻകും ഫഖദ് ضل സവാഅ السبيل. ഇനിയും അത് ആരെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലാണെങ്കിൽ അവൻ വഴികേടിലായിരിക്കുന്നു എന്നുള്ളത്. അതായത് കുഫാറുകളോട് സ്നേഹബന്ധം വെച്ച് പുലർത്തുക എന്നുള്ളത് അത് പിന്നീട് ആ കുഫറിന്റെ സ്വഭാവം നമ്മിലേക്ക് പകരുന്ന അവസ്ഥയിൽ എത്തുള്ളൂ. ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയൊരു അപകടം അതാണ്. പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ മുസ്ലിം കുട്ടികൾ എന്തെങ്ങനെയാകുന്നത്, അല്ലെങ്കിൽ മുസ്ലിമുകൾ എന്തെങ്ങനെയാകുന്നത്, എന്താ സംഭവിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ വിഷയം? ഈ ഒരു അകൽച്ചല്ല. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ ഒരു ചുറ്റുപാടുണ്ട് എന്നും ഇസ്ലാമികമായിട്ടുള്ള ബന്ധങ്ങൾ വേണമെന്നും അതിന്റെ ആ ഒരു പരിധി അത് വിട്ടു സെക്യുലറിസം എന്നോ അല്ലെങ്കിൽ മതസൗഹാർദ്ദമെന്നോ എന്തെല്ലാം പേരുകൾ പറഞ്ഞ് എന്താണ് നമ്മൾ ദീനോട് കാണിക്കേണ്ട കൂറ്, ആ പരിധി വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ കുഫാറുകൾ ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് ഖൈറിനെ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ലഭിച്ച ഈ ദീൻ, നമുക്ക് ലഭിച്ച ഈ ഹക്ക് അതിൽ അസൂയപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ബന്ധം മാനുഷികമാണ്. ഒരു മനുഷ്യൻ എന്ന നിലക്കുള്ള എല്ലാ ബന്ധവും നമുക്ക് അവരോട് കാണിക്കാം. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന, ദീനിന്റെ രഹസ്യങ്ങൾ കൈമാറുന്ന അങ്ങനെ ഒരു ബന്ധം പാടില്ല. ഈ ഉണ്ടായ സാഹചര്യം ഈ ഒരു സന്ദർഭത്തിലാണ്, ഹാസിബിന് അബി ബൽത എന്ന സഹാബിയുടെ വിഷയത്തിലാണ്. എന്നാൽ ഇതിന്റെ വിധി എല്ലാ കാലത്തും മുസ്ലിമീങ്ങളുടെ മേലെ പൊതുവായിട്ടുള്ള വിധിയുമാണ്. അടുത്ത ആയത്ത് സൂറത്തുൽ മുംതഹിനയിലെ തന്നെ 10ാമത്തെ ആയത്താണ്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം, ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം അത് ആദ്യം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലെ മുശ്രിക്കീങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു സന്ധിയാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അവിടെ വെച്ച് അവർ അതിൽ സമ്മതിക്കാതിരിക്കുകയും ഹുദൈബിയയിൽ വെച്ച് തടയുകയും അങ്ങനെ ചില സംഭവ വികാസങ്ങളെല്ലാം നടന്ന് അവസാനം മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിലൊരു കരാറിലെത്തി. കരാറിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു കരാറായിരുന്നു യുദ്ധമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരാറാണ്. അതിൽ വെച്ച കരാറിൽ അവരെഴുതിയ ഒരു കാര്യമായിരുന്നു, ആരെങ്കിലും ഒരു മുസ്ലിം അവരെ ഈ മുശ്രിക്കീങ്ങൾ പിടികൂടിയ അല്ലെങ്കിൽ ആ മക്കയിൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞയക്കില്ല, മദീനയിലേക്ക് പറഞ്ഞയക്കില്ല. അതേസമയം മുശ്രിക്കീങ്ങളിൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് ഈമാനോടുകൂടി എവിടെ വന്നാൽ മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? തിരിച്ച് അങ്ങോട്ട് തന്നെ മക്കയിലേക്ക് തന്നെ പറഞ്ഞയക്കണം, മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞയക്കണം എന്നുള്ള കരാറുണ്ടായിരുന്നു. വേറെ കുറെ കാര്യങ്ങളുണ്ട്, ഈ ഒരു കരാറുണ്ടായിരുന്നു. അപ്പൊ ഈ കരാറിൽ പൊതുവായിട്ട് എന്താ പറഞ്ഞത്? മുശ്രിക്കീങ്ങളിൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് വന്നാൽ അവരെ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞയക്കണം, ഇവരിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് പോയാൽ തിരിച്ചിങ്ങോട്ട് എത്തിക്കില്ല എന്നതാണ് പൊതുവായിട്ടുള്ള ഉദ്ദേശം. അപ്പൊ ഈ ആയത്തിൽ പുരുഷന്മാരാരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തുമ്പോൾ അങ്ങേയറ്റം വേദനയോടുകൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കരാറ് പാലിക്കണമല്ലോ എന്ന നിലക്ക് അവരെ
തിരിച്ച് മുശ്രിക്കുകൾക്ക് തന്നെ വിട്ടുകൊടുക്കുമായിരുന്നു. ഒരുപാട് പീഡനം സഹിക്കുന്നുണ്ടെങ്കിൽ കൂടി വിട്ടുകൊടുക്കുമായിരുന്നു. കാരണം ഈ കരാറുണ്ട് എന്നുള്ളത്. ഈ കരാറുകൊണ്ട് വേറെ കുറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പരസ്പരം യുദ്ധങ്ങളും കുഴപ്പങ്ങളും എല്ലാം നിലനിന്ന സമയത്ത് ഒരിക്കലും ഒരാൾക്ക് ഇസ്ലാം മനസ്സിലാക്കാനോ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. ഇസ്ലാം നമുക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് വിശ്വസിപ്പിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അള്ളാനെ കാണിച്ചു കൊടുത്തിട്ട്, സ്വർഗം കാണിച്ചു കൊടുത്തിട്ട്, നരകം കാണിച്ചു കൊടുത്തിട്ട് നമുക്കൊരാൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റൂല. ദീന് ഒരാൾ മനസ്സിലാക്കേണ്ട, ആലോചിച്ച് സ്വീകരിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. അതിനെന്ത് വേണം? അത് ചിന്തിക്കാനുള്ള അവസരം വേണം. അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടായിക്കോട്ടെ എന്ന നിലക്കാണ് ആ സന്ധിരേഖ എഴുതുന്നത്. അതുകൊണ്ടുണ്ടായ നേട്ടമാണ് പല ശ്രേഷ്ഠരായിട്ടുള്ള സഹാബികളും, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിനെ പോലെ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹുവിനെ പോലെ പല സഹാബികളും ഇസ്ലാം സ്വീകരിക്കേണ്ടായ ഒരു കാലഘട്ടം ഹുദൈബിയയുടെ കാലഘട്ടമാണ്. പോട്ടെ, അപ്പൊ ഈ പൊതുവായിട്ട് പുരുഷന്മാർ വന്നാൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ചില സ്ത്രീകൾ എന്ത് വന്നു, ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലെത്തി. അപ്പൊ ആ സമയത്ത് മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഈ സ്ത്രീകളെ ഭർത്താക്കന്മാരുണ്ടാവും, ആളുകളുണ്ടാവും, അവരെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാരുടെ വിഷയത്തിലാണ് കരാർ എഴുതിയിട്ടുള്ളത്. പൊതുവായിട്ട് എഴുതിയിട്ടുള്ളതാണ്, സ്ത്രീ പുരുഷൻ പ്രത്യേകം എഴുതിയിട്ടില്ല. അതിൽ പുരുഷന്മാരുടെ വിഷയത്തിലാണ്, അത് സ്ത്രീകളുടെ വിഷയത്തിലല്ല എന്ന് നിലക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ സംസാരം ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ ആയത്ത് സൂറത്തുൽ മുംതഹിനയിലെ 10ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. അതിൽ ആശയം യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ, ഇതുപോലെ മക്കയിൽ നിന്നെല്ലാം ഹിജറ ചെയ്തുകൊണ്ട് സത്യവിശ്വാസിനിയായിട്ടുള്ള സ്ത്രീകൾ വന്നെത്തിയാൽ ഫംതഹിനൂഹുൻ, നിങ്ങൾ അവരെ പരീക്ഷിക്കണം. അഥവാ അവർ യഥാർത്ഥ സത്യവിശ്വാസികളാണോ എന്ന നിലക്ക് നിങ്ങൾ പരീക്ഷിക്കണം. അല്ലാഹു അഅലമു ബിഈമാനിഹിം, അല്ലാഹുവിനറിയാം അവർ യഥാർത്ഥത്തിൽ സത്യമായിട്ടാണോ പറയുന്നത്, അല്ലാഹുവിനറിയാം. പക്ഷെ നിങ്ങൾ പരീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വന്നിട്ടുള്ള സ്ത്രീകളെ അവരിൽ നിന്ന് ബൈഅത്ത് വാങ്ങുമായിരുന്നു. അഥവാ ഭർത്താവിനോടുള്ള എന്തെങ്കിലും വിദ്വേഷം കൊണ്ടോ, വേറെ നാട്ടിൽ പോയി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ, ഭൗതികമായിട്ടുള്ള വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഈ മദീനയിൽ എത്തിയിട്ടുള്ളത്, ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന നിലക്ക് ബൈഅത്ത് വാങ്ങുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫൈൻ അലിംതുമൂഹുൻ മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുൻ, അവര് മുഅ്മിനത്തുകളാണ്, സത്യവിശ്വാസിനികളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവരെ തിരിച്ച് മുശ്രിക്കീങ്ങളിലേക്ക് വിട്ടുകൊടുക്കണ്ട. സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകം വന്നതാണ്, വിട്ടുകൊടുക്കണ്ട. തർജിഊഹുന്ന ഇലൽ കുഫാർ, കുഫാറുകളിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ലാ ഹുന്ന ഹില്ലുൻ ലഹും വലാ ഹും യഹില്ലൂന ലഹുൻ, ഈ സ്ത്രീകൾ അവർക്കും അനുവദനീയമല്ല, അവർ ഈ സ്ത്രീകൾക്കും അനുവദനീയമല്ല. അതായത് മുഅ്മിനായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാഫിറായ സ്ത്രീ അനുവദനീയമല്ല. അതുപോലെ തന്നെ തിരിച്ചും, ഒരു സ്ത്രീ മുഅ്മിനാണെങ്കിൽ കാഫിറായ പുരുഷൻ അനുവദനീയം. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുണ്ട്, അവർ മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കുക, ഒരു സ്ത്രീ കാഫിറത്തായി പോയി, അവിടെ വിവാഹബന്ധം പിന്നെ തൊലാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് പുരുഷൻ കാഫിറായി പോയി, അത് അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ഒരു കാഫിര്യങ്ങളാണ്, അതിൽ പുരുഷൻ ഇസ്ലാം സ്വീകരിച്ചു, ആ ഭാര്യ ഒഴിവാണ്. ഭാര്യ അവന്റെ ഒഴിവാണ്, അവന്റെ ബന്ധം ഒഴിവാണ്. ആരൊഴികെ? അഹ്ലി കിതാബിൽപ്പെട്ടവരൊഴികെ, ജൂതനസാറാക്കളായിട്ടുള്ള അഹ്ലി കിതാബുകാരെ വിവാഹം കഴിക്കാൻ അല്ലാഹു തആല അനുവാദം നൽകിയിട്ടുണ്ട് അതിന്റെ സാഹചര്യങ്ങളിൽ. അപ്പോൾ അതൊഴികെയുള്ള മുശ്രിക്കത്തുകൾ, വിവാഹബന്ധം അതോടുകൂടി മുറിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ആ കുഫാറുകൾക്ക് മുഅ്മിനത്തുകളായ സ്ത്രീകൾ അനുവദനീയമല്ല, ഈ മുഅ്മിനത്തുകളായ സ്ത്രീകൾക്ക് ആ കുഫാറുകൾ അനുവദനീയമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, വആതൂഹും മാ അൻഫഖൂ, പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഈ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് അവർ നൽകിയിട്ടുള്ള മഹർ, വിവാഹ മൂല്യം, അത് അന്ന് രീതി ഉണ്ടായിരുന്നു. അന്ന് മുസ്ലിങ്ങൾക്കിടയിൽ വിവാഹത്തിന് സ്ത്രീകൾക്ക് മഹർ കൊടുക്കുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു. ആ ഭർത്താക്കന്മാർ ഈ സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക് നൽകിയിട്ടുള്ള വിവാഹ മൂല്യം അവരെന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. ഈ സ്ത്രീകളിൽ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഭരണാധികാരി ബൈത്തുൽ മാലിൽ നിന്ന് ആ പണം ആ ഭർത്താക്കന്മാർക്ക് തിരിച്ചു കൊടുക്കണം. വലാ ജുനാഹ അലൈക്കും അൻ തൻകിഹൂഹുൻ, എന്നിട്ട് മുഅ്മിനീങ്ങളോട് പറയാണ്, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, അവർ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് അവർ വിവാഹം കഴിക്കാം. അതായത് ദീന് മാറുന്നതോടുകൂടി വിവാഹബന്ധം അവിടെ ഒഴിവായി, അവിടെ എന്ത് ആവശ്യമില്ല, പിന്നെ ഒരു തൊലാഖോ അതുപോലെ കാര്യങ്ങൾ ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. അതായത് മുശ്രിക്കായിട്ടുള്ള ഭർത്താവിന്റെ ഭാര്യ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇദാ ആതൈതുമൂഹുൻ ഉജൂറഹുൻ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർക്കുള്ള മഹർ നിങ്ങൾ കൊടുക്കണം. അത് വിവാഹത്തിന്റെ സാധാരണഗതിയിലുള്ള മഹർ നിങ്ങൾ കൊടുക്കണം. വലാ തുംസികൂ ബിഇസ്മിൽ കവാഫിർ വസ്അലൂ മാ അൻഫഖ്തും വൽയസ്അലൂ മാ അൻഫഖൂ, അതുപോലെ തന്നെ
പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാർ വലാ തുംസികൂ ബിഇസ്മിൽ കവാസിർ, നിങ്ങളുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവര് കാഫിറത്തുകളായി പോവുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് ഭാര്യമാരെ വെക്കാനും പറ്റൂല. അവർ പിന്നെ നിങ്ങളെ ഭാര്യമാരല്ല, അവരെ നിങ്ങൾ ഒഴിവാക്കണം. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചേക്കാൻ പറ്റൂല, അവർ നിങ്ങൾ വിവാഹത്തിൽ നിന്ന് ഒഴിവാകും. വസ്അലൂ മാ അൻഫഖ്തും വലിയസ്അലൂ മാ അൻഫഖൂ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഇപ്പോ ഒരു മദീനത്ത് ഒരു മുസ്ലിം ഉണ്ട്, ആ മുസ്ലിമിന്റെ ഭാര്യ മുശ്രിക്കത്തായി പോയി. അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവരെ പിന്നെ ഇതിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് പിടിച്ചേക്കണ്ട, അവരെ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതേപോലെ തന്നെ തിരിച്ച് അവരുടെ ഭാര്യമാരും ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവർ നൽകിയിട്ടുള്ള മഹർ, ഇപ്പൊ മുസ്ലിം നൽകിയിട്ടുള്ള മഹർ ആ പെണ്ണ് കാഫിറത്തായി പോവാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ മുശ്രിക്ക് നൽകിയിട്ടുള്ള മഹർ ആ പെണ്ണ് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ തിരിച്ച് ആ മഹർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കണം. അത് അവരുടെ അവകാശമാണ്. ദാലികും ഹുക്മുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ വിധിയാണ്. യഹ്കുമു ബൈനകും, നിങ്ങളുടെ ഇടയിൽ അല്ലാഹു ഇതാ വിധിക്കുന്നു. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു എല്ലാം അറിയുന്നവനും ഹിക്മത്തുള്ളവനുമാണ് എന്ന് അല്ലാഹു തആല പറയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ സ്ത്രീകൾ ഹിജ്റ ചെയ്തു വന്നാൽ എന്താണ് അവരുടെ വിധി എന്നുള്ള വിഷയത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ആയത്ത് സൂറത്തുൽ മുംതഹിനയിലെ തന്നെ 13ാമത്തെ ആയത്താണ്. ഇതും ഒന്നാമത്തെ ആയത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ സൂറത്തുൽ മുംതഹിനയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബലാഗ് ബറാഗ് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ്. അത് എത്ര വേണം, എങ്ങനെ വേണം, ഏതിൽ പറ്റില്ല, ഏതിൽ പറ്റും എന്നെല്ലാം അതിന്റെ ആയത്തുകളിൽ വരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മാതൃക പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു തരത്തിൽ ഉപദ്രവിക്കാത്ത ആളുകളുമായിട്ട് നല്ല ബന്ധം നിങ്ങൾക്ക് വെച്ച് പുലർത്താമെന്ന് പറയുന്നുണ്ട്. ചില ആൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ബലാഗ് ബറാഗ് പറഞ്ഞാൽ ഫുള്ള് പിന്നെ ഒരു അകൽച്ച വെക്കലാണെന്ന്. അല്ല, ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യാത്ത ആളുകളുമായിട്ട് നല്ല രീതിയിൽ ബന്ധം വെക്കാം എന്നും സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുത്തനയിൽ തന്നെ 13ാമത്തെ ആയത്തിൽ ഇതേ വിഷയം തന്നെയാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അല്ലാഹു കോപിച്ചിട്ടുള്ള ഒരു സമൂഹവുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്നേഹബന്ധം വെക്കരുത്. ഇവിടെ ചില മുഫസ്സിരീങ്ങൾ ഗളിബല്ലാഹു അലൈഹിം എന്ന് ഉദ്ദേശിച്ചത് ജൂതന്മാർ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൊതുവെ എല്ലാ കാഫിറുകൾക്കുമുള്ള ഉദ്ദേശമാണ് എന്ന്. എന്തായാലും അവരുമായിട്ട് ഉറ്റ സ്നേഹബന്ധം, മൈത്രി ബന്ധം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറയാണ് ഖദ് യഇസൂ മിനൽ ആഖിറ, അവർ പരലോകത്തിന്റെ വിഷയത്തിൽ നിരാശരാണ്. കാരണം ജൂതന്മാർക്ക് പരലോക വിശ്വാസമുള്ള ആളുകളാണ്, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ള വിശ്വാസമുള്ള ആളുകളാണ്. പക്ഷെ അവരിൽ അറിവുള്ളവർക്കറിയാം അവർ കൊണ്ടു നടന്നിട്ടുള്ള പിഴച്ച വിശ്വാസവും വാദവും കാരണത്താൽ പരലോകത്ത് അവർക്ക് നഷ്ടമാണ് എന്ന് നല്ല ബോധമുണ്ട്. ഖുർആനിൽ വേറെ പല ആയത്തുകളിലും പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നഉൽ മൗത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കറിയാം അവരുടെ പരലോകം പോയിട്ടുണ്ട്. അല്ലാഹു പറയാണ് പരലോകത്തിന്റെ വിഷയത്തിൽ അവർ രക്ഷപ്പെടുന്നില്ലെങ്കിൽ അവർ നിരാശയായിട്ടുണ്ട്. ഏതുപോലെ കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ, ഈ നിഷേധികൾ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ ഇനി അവർക്ക് തിരിച്ചു കിട്ടൂല എന്നുള്ള വിഷയത്തിൽ എങ്ങനെ നിരാശയുണ്ടോ അതുപോലെ പരലോകത്തിൽ രക്ഷയില്ല എന്നുള്ള വിഷയത്തിൽ അവർ നിരാശരാണ് എന്നൊരു തഫ്സീർ. രണ്ടാമത്തേത് മരിച്ചുപോയ ആളുകൾ, കുഫാറുകൾ മരിച്ചുപോയിട്ട് ഖബറിൽ അവർക്ക് പരലോകത്തൊന്നും പ്രതീക്ഷിക്കാനില്ല. അതേപോലെ അവർ ആ പരലോകത്തിൽ നിരാശരായ പോലെ ജീവിക്കുന്ന ആളുകളും നിരാശരാണ്, അഥവാ പരലോകത്തിൽ രക്ഷയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് ഇതിൽ ജൂതന്മാരെയാണ് ഉദ്ദേശം, യഹൂദികളെയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ഉറ്റബന്ധം വെക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അടുത്ത ആയത്ത് സൂറത്തു സ്വഫിലെ 2ാമത്തെ ആയത്താണ്. സൂറത്തു സ്വഫിലെ 2ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത് എന്ന് അല്ലാഹു തആല പറയാം. ഈ ആയത്ത് ഇറങ്ങുന്ന സാഹചര്യം ഉഹദ് യുദ്ധത്തിന്റെ മുൻപ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യുദ്ധം ചെയ്യാൻ അവസരം തന്നിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം കൊണ്ട് യുദ്ധം ചെയ്യുമായിരുന്നു, ഞങ്ങൾ എല്ലാ രീതിയിലും അതിന് മുന്നിറങ്ങുമായിരുന്നു എന്നെല്ലാം പറഞ്ഞിരുന്ന ആളുകളുണ്ടായിരുന്നു, സ്വാഭാവികമായിട്ടും പറഞ്ഞിരുന്നു. അങ്ങനെ യുദ്ധത്തിന് വേണ്ടിയുള്ള കൽപ്പന വന്നപ്പോൾ ചില ഭയം കാരണത്താൽ അല്ലെങ്കിൽ ചില നിഫാഖിന്റെ ആളുകൾ പിന്നെ നിഫാഖ് കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പേടി ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിട്ട് അതിന് തയ്യാറാവാതെ ആയിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അവരങ്ങനെ ചെയ്യാതെ പിൻവാങ്ങിയപ്പോൾ ആ വിഷയത്തിലാണ് ഈ ആയത്ത് വന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാ നിങ്ങൾ പറയാൻ നിൽക്കുന്നത്. ഇതാണ് ആയത്തിന്റെ സന്ദർഭം.
അതല്ലാതെ പൊതുവായ നിലക്കും ഇപ്പൊ ഖൈറുകൾ, ഒരുപാട് ഖൈറുകളെ പറ്റി പറയുന്നു, അതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നു, പക്ഷെ അതൊന്നും ചെയ്യാൻ തയ്യാറല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഷർറുകളെ കുറിച്ച് വിരോധിക്കുന്നു, താക്കീത് ചെയ്യുന്നു, എന്നാൽ അതെല്ലാം ജീവിതത്തിൽ പകർത്തുന്ന അവസ്ഥ, അങ്ങനെ എതിരായി നിൽക്കുന്ന അവസ്ഥ. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? തൊട്ടടുത്ത ആയതിന്റെ ബാക്കിയുണ്ട്. ബാക്കി എന്താ അല്ലാഹു തആല പറഞ്ഞത്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കോപമുണ്ടാക്കുന്നുണ്ട് എന്ന് പറയാണ്. ഇവിടെ ഈ ആയത്ത് ഈ ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത് എങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ അർത്ഥം ഒരിക്കലും നന്മ കൽപ്പിക്കുന്നിടത്തും തിന്മ വിരോധിക്കുന്നിടത്തും എന്ത് ചെയ്യാൻ പാടില്ല, ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുന്ന ആള് ആ തിന്മയെ വിരോധിക്കാൻ പാടില്ല, അതിലെന്തെങ്കിലും ചെയ്യാത്ത ഒരാൾ ആ നന്മയെ പറ്റി പറയാൻ പാടില്ല എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഒരാൾ നന്മ കൽപ്പിക്കാനുണ്ടാവില്ല, ഒരാൾ തിന്മ വിരോധിക്കാനുണ്ടാവില്ല. അതായത് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം എന്നുള്ളത് നമ്മുടെ മേലെ ബാധ്യതയാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ ബാധ്യതയാണ്. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ രണ്ടും ഉണ്ടാവുന്നില്ല. അപ്പോൾ രണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. പക്ഷേ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അബദ്ധം സംഭവിക്കുന്നുണ്ട് നിലക്ക് ഞാനൊന്നും പറയില്ല, ഞാനൊരു നന്മയും കൽപ്പിക്കില്ല, ഞാനൊരു തിന്മയും വിരോധിക്കില്ല എന്ന് ചില ആളുകൾ പറഞ്ഞ് പിൻവാങ്ങി പോകാറുണ്ട്. സൽഫുകൾ തന്നെ ഈ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ബൈത്ത് കാണാം. ഇതേ ആശയത്തിലൊരു ബൈത്താണ്, ഇദാ ലം യഅ്ലിന്നാസ മൻ ഹുവ മുദ്നിബുൻ ഫമൻ യഅ്ലുൽ ആസീന ബഅദ മുഹമ്മദിൻ. പാപം ചെയ്യുന്ന ഒരാള് ജനങ്ങളെ ഉപദേശിച്ചിട്ടില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പാപികളെ ഉപദേശിക്കാൻ ആരാണ് ഉണ്ടാവുക? കാരണം മാസൂമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുകയും പാപം സംഭവിച്ചു തൗബ ചെയ്യുകയും കുറവുകൾ നികത്തുകയും അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടുവന്ന് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണ് വേണ്ടത്. ഇതിന്റെ അർത്ഥം ഒരിക്കലും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒഴിവാക്കണം എന്നല്ല. ചില ആളുകൾ ഈ ഫിത്നയിൽ, ഇപ്പോ ഇബ്നു ജൗസി തൽബീസ് ഇബ്ലീസ് എന്നുള്ള കിതാബില് ദാഇമാർക്ക് ദീന് പ്രബോധനം ചെയ്യുന്ന അല്ലെങ്കിൽ ഉലമാക്കൾക്ക് പറ്റുന്ന ഒരു അബദ്ധം, ശൈത്താൻ അവരെ തൽബീസാക്കുന്ന ഒരു കാര്യം പറഞ്ഞതാണ്. നല്ല ഇൽമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഈ ഒരു കാര്യം പേടിച്ചിട്ട് ഒന്നും ചെയ്യാതെ നന്മ കൽപ്പിക്കുന്നോ തിന്മ വിരോധിക്കുന്നോ ഒന്നും ചെയ്യാത്ത ആളായി മാറുന്ന അവസ്ഥ ഉണ്ടാവും. യഥാർത്ഥത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് അയാൾക്കത് ജീവിതത്തിൽ പകർത്താനുള്ള പ്രേരണയാണ്. ഒരാൾക്ക് കഴിയൂല. ഒരാൾക്കിപ്പോ ജനങ്ങളോട് ഉപദേശിക്കുന്ന ഒരാള് അയാളിങ്ങനെ പറയാണ്, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കണം, ഇന്നത് ഒഴിവാക്കണം, ഇന്നത് ചെയ്യണമെന്ന് പറയാണ്. പിന്നെ അയാൾക്ക് ഇത് പറഞ്ഞുകൊണ്ട് അയാൾക്കത് ചെയ്യാതെ ഒരാളിങ്ങനെ പറയാം, നിസ്കാരത്തിന് പറഞ്ഞ ജമാഅത്ത് നിസ്കരിക്കും, അയാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ അയാൾക്ക് പറ്റുമോ? പറ്റൂല, അയാൾക്ക് സാധിക്കൂല. അപ്പൊ ചില ആളുകൾ, ഇപ്പൊ ദീന് പഠിച്ച ആളുകൾ തന്നെ ദഅവത്തിന്റെ മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതുപോലെ ഉപദേശിക്കുന്ന മാറി നിൽക്കാൻ ഈ ഒരു കാരണം പറയാറുണ്ട്. അതിന്റെ അനന്തരഫലം എന്താ ഉണ്ടാവുക? അവർക്ക് നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കലും ഇല്ല. അപ്പൊ പിന്നെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ യഥേഷ്ടമായി ചെയ്യാവുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന അവസ്ഥയിൽ വലിയ അപകടത്തിലേക്കാണ് പിന്നീട് എത്തുക. അപ്പൊ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുകയും എന്നാൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കലും തുടർന്നുകൊണ്ടേയിരിക്കലുമാണ് ഒരാൾ ചെയ്യേണ്ടത്. അതാണ്. അല്ലാതെ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം ഈ ആയത്ത് വിചാരിച്ചിട്ട് പൂർണ്ണമായി അതിനെ ഒഴിവാക്കുന്ന ചില ആളുകളെ കാണാം. അതല്ല ഇതിന്റെ ഉദ്ദേശം. മുൻഗാമികളെല്ലാം ഈ ആയത്തിനെ പറഞ്ഞുകൊണ്ടും അതുപോലെ മറ്റു പല കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടും അതിനെ വിശദീകരിച്ചത് കാണാം. അത് പിശാചിന്റെ തന്ത്രമാണ് എന്ന നിലക്ക്. അടുത്ത ആയത്ത് സൂറത്തു സഫിലെ തന്നെ 10-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഒരു കച്ചവടത്തെ സംബന്ധിച്ച് വേദനയേറിയിട്ടുള്ള ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ. അതായത് തിജാറത്തും അല്ലാഹ്, അള്ളാഹുവിനോട് ഒപ്പമുള്ള കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു തന്നെ ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ ഈ ഒരു കച്ചവടത്തെ പറ്റി എടുത്തു പറയുന്നുണ്ട്. എന്താണ് ഈ കച്ചവടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം കൊടുത്ത് മറ്റൊന്ന് വാങ്ങുക എന്നുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് വാങ്ങുന്നത് അവരുടെ സ്വന്തം ശരീരവും അവരുടെ സമ്പത്തും അവരുടെ കർമ്മങ്ങളൊക്കെയാണ്. പകരം അല്ലാഹു തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് അല്ലാഹു വെച്ചിട്ടുള്ള ചരക്ക് അത് സ്വർഗമാണ്. അലാ ഇന്ന സിൽഅത്തുല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഅത്തുല്ലാഹിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ ചരക്ക് വില കൂടിയതാണ്, അത് സ്വർഗമാണ് എന്നുള്ളത്. അപ്പോ അല്ലാഹു തആല ഈ സ്വർഗം പകരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഅ്മിനീങ്ങളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേപോലെ ഈ ആയത്തിൽ പറയുന്നതാണ് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം. അതെന്താണ്? തൊട്ടടുത്ത ആയത്തിൽ പറയാണ്,
അതിൽ ഒന്നാമത്തേത് തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കലാണ്. അല്ലാഹുവിലും റസൂലിലും നിങ്ങൾ വിശ്വസിക്കലാണ്. രണ്ടാമത്തേത് വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സ്വന്തം ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അല്ലാഹുവിന്റെ ചരക്ക് കിട്ടണോ, നമ്മുടേതായി നമ്മൾ കരുതുന്നത് നമ്മൾ ത്യജിക്കുക തന്നെ വേണം. ഇപ്പൊ ആലോചിച്ച് നോക്കിയും അള്ളാഹിന്റെ മാർഗം ജിഹാദിന് പോകുമ്പോൾ, ഒരാൾ യുദ്ധത്തിന് പോകുമ്പോൾ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കച്ചവടമൊക്കെ വിട്ടിട്ട് ഒരാൾ ജിഹാദ്, നമ്മളൊന്ന് ആലോചിച്ച് ഇന്നിപ്പോ ജിഹാദിന്റെ ഒരു അവസ്ഥ വരികയാണ്, അള്ളാഹുവിന്റെ റസൂല് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്, ജിഹാദിന്റെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ആവേശത്തിൽ നമുക്ക് എന്തും പറയാം. നമ്മുടെ ഭാര്യയും മക്കളും കുടുംബവും കച്ചവടമൊക്കെ വിട്ടിട്ട് ഇനി തിരിച്ചു വരുമോ ഇല്ലേന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത നിലക്ക് ഉള്ള സമ്പത്തൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മൾ വാഹനം ഇതൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ പുറപ്പെടുക, ഒരു യുദ്ധത്തിന്റെ യുദ്ധ സൈന്യത്തിലേക്ക് പുറപ്പെടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പറയും പിന്നെ സാഹിബ് അങ്ങനെ ചെയ്തു, അപ്പൊ അങ്ങനെ ചെയ്യാം, അപ്പൊ അങ്ങനെ ചെയ്യാം, പറയാൻ എളുപ്പമാണ്. ഇത് എത്രത്തോളം വെച്ച് കഴിഞ്ഞാല് സ്വഹാബിയുടെ പേര് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഓർമ്മ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പിന്നീട് നബിയുടെ കാലത്തിനൊക്കെ ശേഷം ഹുദൈഫ റളിയല്ലാഹു അൻഹു താബീങ്ങളും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താബീങ്ങളിൽ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഒപ്പായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു ഒക്കെ ഓരോന്നും ഇങ്ങനെ പറയാം. നമുക്ക് ചില ആളുകൾ പറയുന്ന പോലെ അങ്ങനെ പറയാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ കൊണ്ട് പറ്റൂല, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറഞ്ഞു കൊടുക്കുക റസൂലുള്ളാഹിന്റെ കാലത്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത്, അഹ്സാബ് യുദ്ധം നമ്മൾ 1-2 ആയത്തുകൾ സൂചിപ്പിച്ചു, ഖന്തക്ക് ഇവിടെ കുഴിച്ചിട്ടുണ്ട്, അപ്പുറത്ത് അബൂ സുഫിയാനും മുശ്രിക്കുകളും കുഫാറുകളും വലിയൊരു സംഘം അപ്പുറത്തുണ്ട്, മുഅ്മിനീങ്ങൾ ഇപ്പുറത്ത് പട്ടിണിയാണ്, ഖന്തക്കും കുഴിച്ചിട്ടിരിക്കുകയാണ്, പോരാത്തതിന് ഭയങ്കര തണുപ്പുള്ള സമയമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു സഹാബികൾക്ക് ഇരിക്കേണ്ട. അപ്പൊ റസൂൽ അങ്ങനെ ചോദിച്ചു, ആരാണ് ആ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പോയിട്ട് അവരുടെ തീരുമാനങ്ങൾ രഹസ്യമായി അന്വേഷിച്ച് എന്റെ അടുത്തേക്ക് വരിക, ആരാണ് എന്ന് ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഒരാളൊന്നും പറഞ്ഞില്ല. വീണ്ടും റസൂൽ ചോദിച്ചു, ആരാണ് കൊണ്ടുവരിക, ആരും ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചിട്ട് ആരും ഒന്നും മിണ്ടിയില്ല. കാരണം ആ തണുപ്പത്ത് അവർക്ക് നല്ലൊരു വസ്ത്രം ഇല്ലാതിരിക്കാൻ അപ്പുറത്തേക്ക് പോയി, അത് ശത്രുക്കളുടെ ഉള്ളിൽ പോയിട്ട് അവരെ കൂട്ടത്തിൽ പോയിട്ട് രഹസ്യമായി നിന്നിട്ട് അന്വേഷിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരണം. അപ്പൊ അതിനാരും തയ്യാറാവുന്നില്ല, ആർക്കും ധൈര്യം കിട്ടുന്നില്ല, ആർക്കും പറ്റുന്നില്ല. അവരങ്ങനെ നിൽക്കുക. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫ, എന്റെ പേര് ഓർമ്മ അങ്ങനെ ഹുദൈഫത്തുൽ യമാൻ അല്ല, വേറൊരു സഹാബിയാണ് എന്നാണ് ഓർമ്മ, പേരിഞ്ഞ് മാറിയിട്ടുണ്ടെങ്കിലും ഈ സഹാബിയെ വിളിച്ചു പറഞ്ഞു, ഹുദൈഫ നീ പോയിട്ട് അത് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയല്ല. അപ്പോൾ സഹാബി എണീറ്റു. ആ സഹാബി പറയാണ്, ഞാൻ എണീറ്റ് പോയി, അവിടെ പോയിട്ടുണ്ടായ കുറെ സംഭവങ്ങളുണ്ട് ചരിത്രത്തിൽ. അബൂ സുഫിയാന്റെ അടുത്ത് പോയിരുന്നതും മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ എടുത്തു പോയിട്ട് ഒപ്പം അവര് കുറച്ച് സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സഹാബി പറയാണ്, ഞാൻ അവിടെ പോയി തിരിച്ചു വരുന്നവരെ എന്റെ ചുറ്റും ഒരു ചൂടുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്, ആ തണുപ്പ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് സഹാബി പറയുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത്, ഈ സഹാബി ആ ബാക്കിയുള്ള താബീയങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ കൊതിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അത്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ എന്തും ചെയ്യായിരുന്നു പറയുമ്പോൾ ഞങ്ങൾക്ക് സഹാബികൾ പറയാം ഞങ്ങൾക്കത് എപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോ വലിയൊരു വിഷയമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വത്തും സമ്പത്തും കൊണ്ട് ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയമല്ല, അതൊരു വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് അത്രയും ശ്രേഷ്ഠത ദീനിൽ അതിന് വെച്ചിട്ടുള്ളത്. പറഞ്ഞു അള്ളാഹുവിനും റസൂലുള്ള ഈമാൻ, സ്വന്തം സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യാൻ. എന്നിട്ട് പറഞ്ഞു ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾ ഖൈറായിട്ടുള്ളത്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അതിന്റെ പ്രതിഫലം കൂടി പറയാം. വേദനയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷ എന്ന് പറഞ്ഞു, അതുപോലെ പ്രതിഫലം പറയാണ് യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു നൽകും. മനുഷ്യ സഹജമായിട്ടുള്ള പാപങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് പുറത്തു നൽകപ്പെടും. വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കും. വമസാകിന ത്വയ്യിബതൻ, വിശിഷ്ടമായ ഭവനങ്ങളുണ്ട് അവിടെ. ഫി ജന്നാത്തി അദ്ൻ, അദ്ൻ എന്ന സ്വർഗത്തിൽ. ദാലികൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായിട്ടുള്ള വിജയം, പരലോകത്ത് വിജയം ഉണ്ടാവും. അത് മാത്രമല്ല അല്ലാഹ് അതിന് ശേഷമുള്ള ആയത്തിൽ ദുനിയാവിലുണ്ടാവും ഉഖ്റാ തുഹിബ്ബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണ്? നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്, അല്ലാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാവും, ഇതാ അടുത്ത് തന്നെ നിങ്ങൾക്ക് വലിയൊരു വിജയം ഉണ്ടാകും. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഇതാ സന്തോഷ വാർത്ത എന്നറിയിക്കുക.
അപ്പൊ ഇവിടെ നമുക്ക് ജിഹാദിനുള്ള സന്ദർഭമോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് അള്ളാഹുലും റസൂലുള്ള ഈമാൻ അത് യഥാർത്ഥ രൂപത്തിൽ തെളിയിക്കാൻ പറ്റും. ജിഹാദ് എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ടുള്ള പരിധിയിൽ നിന്നുകൊണ്ടുള്ളത് അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ ജിഹാദാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യൽ ജിഹാദാണ്, സ്വന്തം ഇച്ഛകളെ പാപങ്ങൾ ഒഴിവാക്കൽ ജിഹാദാണ്, ദഅവത്ത് ജിഹാദാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ എത്ര ആളുകൾ ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ രീതിയിൽ മരിക്കുന്നുണ്ട്, പല രീതിയിൽ ആളുകൾ മരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും മരണപ്പെടും. അപ്പൊ അള്ളാഹ് ഈ വാഗ്ദാനം ചെയ്ത ഈ സ്വർഗം വിട്ടിട്ട് മരണപ്പെടുന്ന കാര്യം ഇടയ്ക്കൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സംഭവത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ രാത്രി അവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകൾ, നമ്മുടെ പ്രായമുള്ള ആളുകളുണ്ട്, യുവാക്കളുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. പല സ്വപ്നത്തിൽ കിടന്നുറങ്ങിയവരുണ്ടാകും. നാളെ എഴുന്നേറ്റ് പലതും ചെയ്യണം തീരുമാനിച്ചുറങ്ങിയവരുണ്ടാകും. മൊബൈലിൽ അവസാനമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി മെസ്സേജ് അയച്ച് സോഷ്യൽ മീഡിയയിൽ കൂട്ടുകാരുമായി സംസാരിച്ചവരുണ്ടാകും. ചിലപ്പോൾ പാപങ്ങൾ ചെയ്ത് കടന്നുറങ്ങിയവരുണ്ടാകും, അല്ലെങ്കിൽ രാത്രിയുടെ ഇരുട്ടിൽ പാപങ്ങൾ മുഴുകിയവരുണ്ടാകും, അല്ലെങ്കിൽ രാത്രിയുടെ ഇരുട്ടിൽ അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിച്ചിരുന്നവരുണ്ടാകും, രാത്രിയുടെ ഇരുട്ടിൽ ഖുർആൻ ഓതിയവരുണ്ടാകും, അഥവാ എഴുന്നേറ്റ് ഖുർആൻ ഓതിയവരുണ്ടാകാം. പല രീതിയിൽ ആളുകളുണ്ടാവും. പിറ്റേന്ന് രാവിലെ ആവുമ്പോഴേക്കും ഒരാളുടെ ഉടലൊരു സ്ഥലത്തും കയ്യും കാലും വേറെ സ്ഥലത്തും, ശരീരം ഓരോ നാട്ടിൽ വേറെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളൊന്ന് കടന്നുറങ്ങുമ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല എന്നൊരു ഉറപ്പുണ്ടോ? ഇല്ല. ഈ ഭൂമിയൊന്നും പിടിച്ച് കുലുക്കാൻ അള്ളാഹ്ക്ക് ഒന്ന് കുലുങ്ങാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. എന്താവും? അതുപോലെ തന്നെ രാത്രി ഉറങ്ങിയ പോലെ രാവിലെ എഴുന്നേൽക്കുക. അപ്പൊ എന്തായാലും നമ്മൾ മരിക്കും, അതിലൊരു സംശയമില്ല. പിന്നെ അള്ളാഹിനനുസരിച്ച് മരിക്കണമെന്നത്, അള്ളാഹുവിനെ ധിക്കരിച്ച് ആലോചിച്ചേക്ക്. ആ രാത്രിയിൽ ഒരു ഹറാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും അള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളും രണ്ടുപേരും മരണപ്പെട്ടു വിചാരിക്കുക. എന്താ അവസ്ഥ? അത്രയേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും എത്താവുന്ന മരണം നമുക്ക് വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിനെ അനുസരിക്കുന്ന അവസ്ഥയിലായി ജീവിക്കുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവുമില്ല, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, ദുനിയാവിലൊന്നും നഷ്ടപ്പെടാനില്ല. പരലോകത്തിലാണെങ്കിലോ ഏറ്റവും നല്ല കാര്യങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കച്ചവടം, അതായത് നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും അതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച് അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഈ സ്വർഗം പകരം വാങ്ങുന്ന ഈ കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.